ഹലോ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ടൈം 8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കറിയാം നിങ്ങൾക്ക് 40 മാർക്കിലാണല്ലേ മാർക്ക്. അപ്പോൾ നിങ്ങളുടെ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ സെക്ഷനിലേക്ക് പോവാം. സെക്ഷൻ എയിൽ ദിസ് സെക്ഷൻ ഹാസ് 4 questions of score 1 each. സെലക്ട് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ഓരോ മാർക്കിൻ്റെ വീതമാണ്. അതിൽ കറക്റ്റ് ആൻസർ ചൂസ് ദ കറക്റ്റ് ആൻസറാണ്, ചൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെലക്ട് ദ സ്യൂട്ടബിൾ ആൻസർ. ഒന്നാമത്തെ 13 സ്ക്വയർ, 13 സ്ക്വയറിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. 10 സ്ക്വയർ പ്ലസ് പിന്നെ ഡാഷ് ഇട്ടിട്ട് നമുക്ക് +3 സ്ക്വയറാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. 10 × 3 × 2, 10 × 3 × 1, 13 × 3 × 2, 10 × 6 × 2. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? നിങ്ങൾക്ക് എഴുതാവുന്നത് എങ്ങനെയാണ്? അടുത്തത് ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്കറിയാം. x² പ്ലസ് എന്താണ് 2xy പ്ലസ് y². ഈ ഫോർമാറ്റാണ് വരുന്നത് അല്ലേ. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ പ്ലസ് അടുത്ത ഭാഗത്ത് നമ്മൾ എങ്ങനെ എഴുതണേ? 2 ഇവിടെ ഇതിന് തിരിച്ചെഴുതണം. 10 13 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? 10 + 3 സ്ക്വയർ എന്നല്ലേ എഴുതുക. അതാണ്. അപ്പോൾ ഇതിന് x, ഇതിനെ y ആയിട്ട് എടുക്കുക, ഇതിന് x, ഇതിനെ y ആയിട്ട് എടുക്കുക. അപ്പോൾ x² എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 സ്ക്വയർ, അതാണ് ആദ്യത്തെ വന്നേണേ. ഇനി 2xy-നെയാണ് നിങ്ങൾ തിരിക്കേണ്ടത്. 2xy എന്ന് പറയുമ്പോൾ 2 അവിടെ തന്നെ ഇടണം. x എന്ന് പറഞ്ഞാൽ 10 ആണ്, പ്ലസ് ഇൻറ്റു എന്താണ് 2xy എന്നാണ് പറയുന്നത്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 2 × 10 × 3 അല്ലേ, അതാണ് ഇവിടെ വരേണ്ടത്. അതായത് പ്ലസ് y² എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ. അപ്പോൾ ഈ നടുക്ക് വരണ 2 × 10 × 3, അതായത് നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു തന്നെ 10 × 3 × 2, ഇതാണ് ഇവിടെ വരേണ്ടത്. വേറെ ഏതെങ്കിലും വരുമോ? ഇല്ല. നിങ്ങൾ x + y² എന്ന ഫോമിനെ എന്താണ് x² + 2xy + y² എന്ന് വിപുലീകരിച്ച് എഴുതുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ 2xy എന്നുള്ള ഭാഗമാണ് ഇവിടെ വരുന്നത്. 10 × 3 × 2. ഇപ്പോൾ 2 അവിടെ കോമൺ ആണ്. 2 × x എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ 10, y എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ. അപ്പോൾ 2 × 10 × 3. അപ്പോൾ അതാണ് ഇവിടെ വരേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് 2 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് 2 ട്രയാങ്കിൾസ് ആർ ദ സെയിം ദെൻ ദെയർ ആംഗിൾസ് ആർ ഓൾസോ ദ സെയിം. അതായത് 2 ട്രയാങ്കിൾസിൻ്റെ, അതായത് ത്രികോണങ്ങളുടെ വശങ്ങളുടെ നീളം, സൈഡുകളുടെ നീളം ഒരുപോലെയാണെങ്കിൽ അവയ്ക്ക് എന്താണ് ഒരേപോലെയുള്ള ത്രികോണമാകുന്നതിന് അതിന് കോണുകളും തന്നെയായിരിക്കും, അതിൻ്റെ ആംഗിൾസും ഒരുപോലെ ആയിരിക്കും. അപ്പം വശങ്ങളുടെ നീളം ഒരുപോലെയാണെങ്കിൽ 2 ഒരേപോലത്തെ ഉള്ള ത്രികോണങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അവയുടെ കോണുകളും തന്നെയായിരിക്കാം, സെയിം തന്നെയാവാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നത്, ഇഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾസ് ഇസ് സെയിം ആസ് ദ ആംഗിൾസ് ഓഫ് അനദർ ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ദെയർ സൈഡ്സ് ആർ ഓൾസോ ദ സെയിം. 2 ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് സെയിം ആയതുകൊണ്ട് സൈഡുകൾ സെയിം ആവണം എന്നുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. 2 ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് സെയിം ആണ്, പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരുടെ ലെങ്ത്തും സെയിം ആയിരിക്കുമെന്നാണ് പറയണത്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ എന്താണ് ഓൾ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ വേറൊരു ട്രയാങ്കിളിൻ്റെ ഓൾ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അവയുടെ എന്താണ് ഉള്ളിലുള്ള ആംഗിൾസ് എന്താവാം? സെയിം ആവാം. അതേസമയം ആംഗിൾസ് എന്താണ് സെയിം ആയി എന്ന് വിചാരിച്ചുകൊണ്ട് സൈഡുകൾ സെയിം ആവണമെന്നില്ല, സൈഡുകളുടെ ലെങ്ത്ത് സെയിം ആവണമെന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 123 സ്ക്വയറിനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. എങ്ങനെയാണ്?
15,129 എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 12.3 സ്ക്വയറിനെ എങ്ങനെ എഴുതാം എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ 12.3 സ്ക്വയർ 123 സ്ക്വയറിൻ്റെ ആൻസറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 123 അപ്പോൾ 12.3ൻ്റെ സ്ക്വയറാണ്. അതായത് 12.3 2 പ്രാവശ്യം നമ്മൾ ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾക്ക് ഡെസിമൽ പോയിൻ്റ്, ഇതാണ് പോയിൻ്റ്, ഡെസിമൽ പോയിൻ്റിൽ നിന്ന് ഇവിടെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് 2 പോയിൻ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 2 സ്ഥാനം മാറ്റിയിട്ട് മുകളിൽ തന്നിരിക്കുന്ന ആൻസറിൽ 2 സ്ഥാനം മാറ്റിയിട്ട് 2 ഡെസിമൽ 12.3 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം പോയിൻ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 സ്ഥാനം മാറ്റിയിട്ട് ബാക്കിൽ നിന്ന് 2 സ്ഥാനം മാറ്റിയിട്ട് അവിടെ ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും 151.29. ഓക്കെ അല്ലേ. ഇനി 3 സ്ഥാനം മാറേണ്ടതാണെങ്കിൽ നിങ്ങളെന്താ 15.129. 4 സ്ഥാനം മാറാനാണെങ്കിൽ ഇത്. അപ്പോൾ നമുക്കിവിടെ സ്ക്വയറാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 2 സ്ഥാനം ബാക്കിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കിൽ നിന്നാണ് സ്ഥാനം മാറ്റേണ്ടത്. ബാക്കിൽ നിന്ന് 2 സ്ഥാനം മാറ്റി ഡെസിമൽ പോയിൻ്റ് ഇടുക. 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ റെഗുലർ പോളിഗൺ. താഴെ തന്നിരിക്കുന്നതിൽ റെഗുലർ പോളിഗൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഗുലർ പോളിഗൺസ് ഏതൊക്കെയാണ്? 1ാമത്തെയും 4ാമത്തെയും 1ഉം 4ഉമാണ് എന്തെന്ന് പറയുന്നത് റെഗുലർ പോളിഗൺസ് എന്ന് പറയുന്നത്. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ്. 2ാമത്തെ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും എത്രയാണ്? 2 സ്ക്വയർ വീതമാണുള്ളത്. 2 മാർക്ക് വീതം വെച്ചിട്ടാണുള്ളത്. 1ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ ഫിഗർ ABCD ഈസ് എ പാരലോഗ്രാം. താഴെ തന്നിരിക്കുന്നതിൽ ABCD എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമാണ്. ഇതാണ് തന്നിരിക്കുന്നത്. ആംഗിൾ CAD ഈസ് ഇക്വൽ ടു 25 ഡിഗ്രി. CAD എന്ന് പറഞ്ഞ ഇതാണ്. ഇത് 25 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ACD ഇത് ആംഗിൾ ACD എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ആംഗിൾ ACD എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ADC? നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ADC എത്രയാണെന്നാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതൊരൊറ്റ ട്രയാങ്കിളാണ് അല്ലേ. എയും ബിയുടെയും ഇവിടെ ഉണ്ട് അല്ലേ. CADയുടെയും ACDയുടെയും ഉണ്ട്. നിങ്ങൾ ഏത് കണ്ടുപിടിക്കണം? ADC കണ്ടുപിടിക്കണം. എന്താണ് വഴി? നമുക്കറിയാം, ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു ട്രയാങ്കിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ സമ്മ്, അതായത് ഈ 3 ആംഗിൾസ് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടണം അല്ലേ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 മൈനസ് ഇവിടെ കിട്ടിയിരിക്കുന്ന ആംഗിൾ 25ഉം 55ഉമാണ്. അപ്പോൾ 25 പ്ലസ് 55 എന്ത് ചെയ്യണം? കൂട്ടിയിട്ട് 180 നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 180 മൈനസ് 55 പ്ലസ് 25 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം 180 നിന്ന് 55 പ്ലസ് 25 കൂട്ടുമ്പോൾ 80 കിട്ടും. അപ്പോൾ 180 നിന്ന് 80 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ ഇവിടെ ADC എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ABC? അങ്ങനെയാണെങ്കിൽ ABC എന്തായിരിക്കും? ABCയും എന്ത് തന്നെയാണ്? 100 ആയിരിക്കും. ഓക്കെ. 6th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ആ കാണിച്ചിരിക്കുന്നതിൽ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 2.5 സ്ക്വയർ ആണ് ഇത് എഴുതുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു XY പ്ലസ് Y സ്ക്വയർ എന്നല്ലേ നമ്മൾ പഠിക്കുക. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ X സ്ക്വയർ പ്ലസ് 2XY പ്ലസ് Y സ്ക്വയർ. അല്ല, X സ്ക്വയർ ആണ് 2 സ്ക്വയർ പ്ലസ് ഇത് എക്സും ഇത് Y ആയിട്ട് എടുക്കുക. Y സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2, Y എന്ന് പറയുന്നത് 1/2 പ്ലസ് Y സ്ക്വയർ എന്ന് പറയുന്നത് ഹാഫ് സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഉത്തരം 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 4 ഇൻറ്റു
1/2 എന്ന് പറഞ്ഞാൽ വെട്ടിപ്പോകും അല്ലേ? അപ്പോൾ 1 × 2 2 കിട്ടി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2² + 2 പ്ലസ് പിന്നെ നമുക്ക് കാണാനുള്ളത് ഏതാണ്? ½ ആണ് അല്ലേ? ½ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 1/4. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈക്വേഷൻ പഠിച്ചു വച്ചിരിക്കണം. x² + 2xy + y². ചില കുട്ടികൾ a² + 2ab + b² എന്നും പഠിക്കാറുണ്ട്. ഈക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ഇതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. മുകളിലത്തെ മോഡലും ഇത് ചെയ്തിട്ട് തന്നെ നമുക്ക് എഴുതാം. 7² പ്ലസ് അടുത്തത് എന്താണ്? 7 ആണ് വരുന്നത്. പ്ലസ് എന്താണ്? 1/2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1/4. ഇപ്പോൾ ചെയ്ത ഇതേപോലെ മെത്തേഡിൽ തന്നെ. അപ്പോൾ ഈ മോഡലും നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് താഴെയുള്ള ചെയ്യാം. 7² + 7 + 1/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 3600? വൈ? എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പോളിഗണിൻ്റെ, അതായത് ഒരു ബഹുഭുജത്തിൻ്റെ മൊത്തം ആംഗിൾസിൻ്റെ, എല്ലാ കോണുകളുടെയും സമ്മ് എന്ന് പറയുന്നത് 3600 ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആകും. കാരണം എന്തെന്നാൽ 3600 എന്ന് പറയുന്നത് 180 ഡിഗ്രിയുടെ എന്താണ്? ഇറ്റ്സ് ദ മൾട്ടിപ്പിൾ ഓഫ് 180 ഡിഗ്രി. ഇറ്റ്സ് ദ മൾട്ടിപ്പിൾ ഓഫ് 180. അപ്പോൾ 3600 എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മൾട്ടിപ്പിൾ ഓഫ് 180 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, എല്ലാ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 3600 ആവാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, ബിക്കോസ് 3600 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 180 ഡിഗ്രി. നെക്സ്റ്റ് ഫിഗർ നമുക്ക് നോക്കാം. എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ perpendicular side of the right triangles are equal. ഈ താഴെ തന്നിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈക്വൽ ആണ്. ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് 2 സ്മോൾ ആംഗിൾ. മറ്റ് 2 സ്മോൾ ആംഗിൾസും എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടും എന്ന് പറയുന്നത് മൊത്തത്തിൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 - 90 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. 90 എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ അല്ലേ? അപ്പോൾ 45 45. 90/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണത്? 45 ആണ് അല്ലേ? അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണ്. 45 45. രണ്ട് ആംഗിൾസും സെയിം ആണ്. രണ്ട് ആംഗിൾസും സെയിം ആണ്. അപ്പോൾ 45 45. 90/2 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 45, ഒരെണ്ണം 45 എന്നുള്ള രീതി കിട്ടും. അപ്പോൾ രണ്ടെണ്ണം 45 45 വീതമാണ്. ഇനി സെക്ഷൻ സിയിൽ പോവാം. ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻ. ഇവിടെയും 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോന്നിനും 3 മാർക്സ് വെച്ചാണ് ഉള്ളത്. Ninth question. In the figure, the shaded rectangle is obtained by adding and subtracting the side of the square by 1 centimeter. ഈ ചിത്രത്തിൽ ഷെയ്ഡ് നൽകിയിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഒരു സ്ക്വയറിൻ്റെ എന്താണ് വശങ്ങൾ 1 സെൻറ്റിമീറ്റർ കൂട്ടിയും 1 സെൻറ്റിമീറ്റർ കുറച്ചും ലഭിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടേക്കിംഗ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ആസ് എക്സ്, റൈറ്റ് ദ സൈഡ് ഓഫ് ദ ഷെയ്ഡഡ് റെക്റ്റാങ്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂട്ടിയും ഒന്നിൽ കുറച്ചുമാണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഇതിൻ്റെ വശം എന്ന് പറയുന്നത്, ഈ റെക്റ്റാങ്കിളിൻ്റെ വശം എന്ന് പറയുന്നത് എക്സ് എന്ന് വിചാരിച്ചാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ വശങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ഒന്ന് കൂട്ടിയും ഒന്ന് കുറച്ചുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ x+1 x-1 ആണ്. അതായത് നമ്മൾ ഇതിനെ എക്സ് എന്ന് എടുത്താൽ ഒരു ഭാഗം കൂട്ടി തന്നാൽ x+1, ഒരു ഭാഗം കുറച്ച് തന്നാൽ x-1. അപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് x+1 എന്നും x-1 എന്നും ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷെയ്ഡ് റെക്റ്റാങ്കിൾ. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഏരിയ കണ്ടുപിടിക്കാൻ L/B അല്ലേ? ഏരിയ കണ്ടുപിടിക്കാൻ L/B ആണ് അല്ലേ? അപ്പോൾ x+1 ഒരെണ്ണം കൂട്ടി തന്നു, ഒരെണ്ണം കുറച്ച് തന്നു, x-1. അപ്പോൾ ഇതിനെങ്ങനെ എഴുതും? x × x, x² - 1² അല്ലേ? x² - 1² എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ x² - 1.
ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? x² - 1 ആണ്. x² - 1. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഹാസ് മോർ ഏരിയ, സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ? ആർക്കാണ് ഏരിയ കൂടുതൽ? സ്ക്വയറിനായിരിക്കോ റെക്റ്റാങ്കിളിനായിരിക്കോ? സ്ക്വയറിനാണ് ഏരിയ കൂടുതൽ അല്ലേ? സ്ക്വയറാണ് കറക്റ്റ് ഉത്തരം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, 1 ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 135 ഡിഗ്രി. ഒരു റെഗുലർ പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾ, അകത്തെ കോണ് എന്ന് പറയുന്നത്, ഒരകത്തെ കോണ് എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? അങ്ങനെയാണെങ്കിൽ ഈ പോളിഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 135 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 45 ഡിഗ്രി. അപ്പോൾ ഒരു ഔട്ടർ ആംഗിളിൻ്റെ ഇതെന്ന് പറയുന്നത് എത്രയാണ്? അതായത് നമുക്ക് ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടും എന്നാണ് പറയണത്. അപ്പോൾ ഇന്നർ ആംഗിൾ 135 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ 180 നിന്ന് 135 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 45 ഡിഗ്രി എന്ന് കിട്ടും. റെഗുലർ പോളിഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഇനി ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? ഈ പോളിഗണിന് എത്ര സൈഡ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ, ഹൗ മെനി സൈഡ്സ് ഓഫ് ദ പോളിഗൺ ഹാവ്, നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ ടോട്ടൽ എത്രയാണ്? 360 ആണല്ലോ അല്ലേ? ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 360 ആണ്. 360 എന്ത് ചെയ്താൽ മതി? 45 = എത്ര കിട്ടും? 8 കിട്ടും. 360, ഇത് ഔട്ടർ ആംഗിളിൻ്റെ സം, 360 / 45 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 8 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ഓൾ ദ സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽസ് ആർ ഈക്വൽ. എന്താ പറഞ്ഞാൽ ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ എല്ലാ വശങ്ങളും എന്താണ്? സമമാണ്, ഈക്വലാണ്. പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ദ ആംഗിൾ അറ്റ് ദീസ് വെർട്ടിസസ്. എന്താ പറയുന്നത്? ഇതിലെ ഓപ്പോസിറ്റ് കോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡയഗണൽ എന്താണ്? ആ കോണുകളെ രണ്ടായിട്ട് തുല്യമായിട്ട് വിഭജിക്കുന്നു. ഇതാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ഇത് രണ്ടായിട്ട് വിഭജിക്കുന്നു എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് കോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഡയഗണൽ, ആ കോണുകളെ രണ്ടായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് നിങ്ങളോട് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തെളിയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കൂ, ഈ ചിത്രത്തിൽ എ ബി എന്ന് പറയുന്നത് ഏതിന് ഈക്വലായിരിക്കും? AB = L. അത് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് പറയുന്നത് ഇതിൻ്റെ എല്ലാ സൈഡും എന്താണ്? ഈക്വൽ ആയതിനാൽ ഇതൊരു റോംബസ് ആണ് അല്ലേ? ഇതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയതിനാൽ ഇത് റോംബസ് ആണ്. ഡയഗണൽ എടുത്താൽ എന്താണ്? 2 ട്രയാങ്കിൾസ് കിട്ടും. ഡയഗണൽ എടുത്താൽ എന്താണ്? നമുക്ക് എന്ത് കിട്ടും? 2 ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ ഈ ട്രയാങ്കിൾസ് SSS പ്രകാരം, അതായത് സൈഡ് എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് അതെല്ലാം ഈക്വലാണ്. അതുകൊണ്ട് കോണുകൾ എന്തായിട്ട്? തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് എഴുതാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം. ഈ സൈഡുകൾ ഓരോന്നും നിങ്ങളെടുത്ത് എഴുതുക. AB = CD. അപ്പോൾ AB = എന്താണ്? CD. AB = CD. അതുപോലെ BC = എന്താണ്? AD. BC = AD. അപ്പോൾ ഇതിൽ രണ്ടിൻ്റെയും കോമൺ ആണ് എന്തെന്ന് പറയണത്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഈക്വലായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ആയ സൈഡാണ് എന്തെന്ന് പറയണത്? AC. AC = AC. ഇത് എഴുതാവുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാൻ, എല്ലാ സൈഡും ഈക്വൽ ആയതിനാൽ ഇത് റോംബസ് ആണ്. ഇനി ഡയഗണൽ എടുത്താൽ എന്ത് കിട്ടും? 2 ട്രയാങ്കിൾസ് കിട്ടും. പിന്നെ അല്ലെങ്കിൽ SSS പ്രകാരം സൈഡ് പ്രകാരം എന്താണ്? എല്ലാ സൈഡും ഈക്വലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ കോണുകൾ എന്താണ്? തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും എന്ന് എഴുതാം. അപ്പോൾ ഇത് 3 sides are equal, then the angles opposite to equal sides are equal. എല്ലാ സൈഡ്സും ഈക്വലാണ്. അതുപോലെ the angles opposite to equal sides are equal, then the diagonal bisect the angle. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഡയഗണൽ ആംഗിൾസ് then the diagonal bisect the angle. ആ ആംഗിൾസിന് അത് ആ ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യും.
ഇങ്ങനെ എടുത്തെഴുതാവുന്നതാണ്. ഇനി അതിൽ അല്ലെങ്കിൽ നിങ്ങളോട് പ്രൂവ് ക്വസ്റ്റ്യൻ വേറെ ചോദിച്ചിരിക്കുന്നുണ്ട്. ബി ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദെൻ ദെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ദെൻ ദെയർ ഓപ്പോസിറ്റ് ആംഗിൾ ആർ ഓൾസോ ഈക്വൽ. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും കൂടി ഈക്വൽ ആണെന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് വരച്ച് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ ഒന്നുകൂടി നോക്കാം. ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വലായിട്ട്. അപ്പം നമുക്കിങ്ങനെ വരയ്ക്കാം. ഇതുപോലെ വരച്ച് നോക്കുക. വശങ്ങൾ അടയാളപ്പെടുത്തുക. നിർബന്ധമായിട്ട് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ വരക്കുന്ന സമയത്ത് സൈഡുകൾ അടയാളപ്പെടുത്തുക. ഒരു ട്രയാങ്കിൾ വരച്ചു. അതിന് എ ബി സി എന്ന് കൊടുത്തു. ഇതിനെ കറക്റ്റ് എന്താണ് ബൈസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ മിഡ് പോയിന്റിൽ ഒരു കട്ട് ചെയ്തു അല്ലേ, ഡയഗണൽ വരച്ചു. അതിന് എം എന്ന് പേര് കൊടുത്തു. ഈ ഫിഗറിൽ നമുക്ക് നോക്കാം. എ എം ഇസിക്വൽ ടു എന്താണ്? ബി എം. കാരണം എം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇതിലെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. സിയിൽ നിന്ന് എമ്മിലേക്ക് ഒരു ഡയഗണൽ വരച്ചിരിക്കുകയാണ് അല്ലേ. അപ്പം എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അതുപോലെ എ സി ഇസിക്വൽ ടു എന്താണ്? ബി സി. രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. നമുക്ക് തന്നിട്ടുണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകൾ ഈക്വലായിട്ട് തന്നു എന്ന് അതിനകത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ സി ഇസിക്വൽ ടു ബി സി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും കോമൺ ഇതാണ് എന്തെന്ന് പറയുന്നത് സി എം എന്ന് പറയുന്നത്. രണ്ട് ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ സി എം ഇസിക്വൽ ടു സി എം കോമൺ സൈഡാണ്. അപ്പോൾ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഈ ട്രയാങ്കിൾസിൻ്റെ സൈഡ് ഈക്വൽ ആയാൽ ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ് എന്തായിരിക്കും? ഈക്വൽ സൈഡിൻ്റെ ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അതിൻ്റെ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദെൻ ആംഗിൾ എ ആംഗിൾ ബി ഇസിക്വൽ ടു സെയിം ആയിരിക്കും. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മളിതിൽ പ്രൂവ് ചെയ്യേണ്ടത്. ആംഗിൾ എ ഇസിക്വൽ ടു ആംഗിൾ ബി. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന സമയത്ത് പ്രൂവ് ചെയ്യാൻ തരുന്ന സമയത്ത് ഫിഗർ വരയ്ക്കുക, അടയാളപ്പെടുത്തുക, എന്നിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇന്നത്തെ മിഡ് പോയിൻ്റ് ഉണ്ടെങ്കിൽ മിഡ് പോയിൻ്റ് എഴുതുക. പിന്നെ ക്വസ്റ്റ്യനിൽ എന്താണ് നൽകിയിരിക്കുന്നത് അത് എഴുതുക. കോമൺ സൈഡ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ നിങ്ങൾ പഠിച്ച തിയറി എന്താണ്? സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. എന്താണ്? ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഈക്വൽ ആയാൽ രണ്ട് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അതവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ അത് ഏതൊക്കെയാണ്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ദെൻ 12th ക്വസ്റ്റ്യൻ 35 സ്ക്വയർ 1225 യൂസിങ് ദിസ്. 35 സ്ക്വയർ എന്ന് പറഞ്ഞത് 1225 ഇത് വെച്ചിട്ട് താഴെയുള്ള ചോദിച്ചിരിക്കുന്നതിൻ്റെ സ്ക്വയർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ സ്ക്വയർ ഓഫ് 36. അപ്പോൾ 36 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 35നേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ 35 + 1 നമ്മളിങ്ങനെ എഴുതില്ല, കൂട്ടി എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോമിലേക്ക് മാറ്റുന്ന പോലെ എഴുതുക. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് മാറ്റുന്ന പോലെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ 36 എന്ന് പറഞ്ഞാൽ 1 കൂടുതലാണ്. അപ്പോൾ 35 + 1 സ്ക്വയർ ചെയ്യുക. ഇതിനെ എക്സ് എന്ന് എടുക്കുക, വൈ എന്ന് എടുക്കുക. മുന്നേ ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് തന്നെ. എക്സ് സ്ക്വയർ + 2xy + y സ്ക്വയർ ഈ ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റുക. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 35 സ്ക്വയർ, 2xy എന്ന് പറഞ്ഞാൽ 2 × 35 × 1 + y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവസാനം 1296 ഉത്തരം കിട്ടും. ഇനി അടുത്ത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് 33 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ 33യുടെ സ്ക്വയർ ചെയ്യുക. 33യുടെ സ്ക്വയർ നമുക്ക് തന്നിരിക്കുന്നത് 35 സ്ക്വയർ ആണ്. അപ്പോൾ 35ൽ നിന്ന് എത്ര മൈനസ് ചെയ്യുന്നതാണ്? 2 മൈനസ് ചെയ്യുന്നതാണ് 33 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 35 - 2 സ്ക്വയർ. ഇതിൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന ഫോമാണ് കണ്ടത്. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് പ്ലസ് വൈ ആയിരുന്നു കണ്ടത്. അവിടെ നിങ്ങൾ ഏതാണ് കാണേണ്ടത്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റാണ് കാണേണ്ടത്. അപ്പോൾ അതിൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിൽ എങ്ങനെയാണ് വരുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 2xy + y സ്ക്വയർ ഈ ഫോർമാറ്റാണ് വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത് 35 ആണ്. 35 സ്ക്വയർ മൈനസ് 2 × എക്സ് എന്ന് പറയുന്നത് വീണ്ടും 35 × y സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ അല്ലേ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 2 × 35 × 2 + പിന്നെ 2 സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ.
അപ്പോൾ 35 സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയാം 1225 പിന്നെ 2 × 35 × 2 ചെയ്യുക പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ചെയ്യുക. അപ്പോൾ നമുക്ക് 1089 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഇത് പഠിച്ചു വയ്ക്കണം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിറ്റീസ് ആണല്ലേ ഇത്. എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. ഈ രണ്ടും ഇക്വേഷൻസും നന്നായി പഠിച്ചു വയ്ക്കുക. ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് 35 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. സി ദ ഗിവൺ പാറ്റേൺ. ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. 3 = 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, 5 = 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 7 = 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അടുത്ത റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ. നിങ്ങൾ നോക്ക് 3, 5, 7 ഇത് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 9 ആയിരിക്കും. 2, 3, 4 അടുത്ത 5 ആയിരിക്കും. 5 സ്ക്വയർ 1, 2, 3 അടുത്തത് 4 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. അപ്പോൾ 9 = 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് റൈറ്റ് 15 ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് വേസ്. 15 നമ്മൾ എന്താക്കണം? രണ്ട് രീതിയിൽ ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് 15 ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേ. അപ്പോൾ 15 എന്ന് ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് 1 × 15 ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. അതുപോലെ 5 × 3 ചെയ്താലും നമുക്ക് 15 എന്ന് കിട്ടും. ഇത് ഡിഫറെൻറ്റ് വേസിൽ ചെയ്യാനാണ് നമ്മൾ സ്ക്വയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 15 × 3 നമുക്ക് 15 × 1 ഒന്നാമത്തെ എടുക്കണം. 1 × 15 15 + 1 സ്ക്വയർ ബൈ 2 മൈനസ് എന്താണ് 15 - 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്നുള്ള രീതിയിലിടുക. അപ്പോൾ 15 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 സ്ക്വയർ ആണ് അല്ലേ. 16 സ്ക്വയർ ബൈ 2 എന്നാണ്. 16 ഇവിടെ 16 ബൈ 2 സ്ക്വയർ എന്നും ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 14 ബൈ 2 സ്ക്വയർ എന്നാണ്. 15 നിന്ന് 1 കുറച്ചാൽ 14 അല്ലേ. ആ മെത്തേഡിലാണ് ഇവിടെ കിട്ടുക. അപ്പോൾ നിങ്ങൾ 16 ബൈ 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 സ്ക്വയർ ആണ്. 14 ബൈ 2 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ. 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് അടുത്ത് ചെയ്യേണ്ടത്. 5 × 3 15. അപ്പോൾ 5 + 3 സ്ക്വയർ ബൈ 2 മൈനസ് 5 - 3 ബൈ 2 എന്നിടുക. 5 + 3 എന്ന് പറഞ്ഞാൽ 8. 8 ബൈ 2 8 ബൈ 2 8 ബൈ 2 സ്ക്വയറും പിന്നെ അടുത്തത് 5 ന് 3 2 2 ബൈ 2 സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എത്രയാണ്? 8 ബൈ 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ മൈനസ് 2 ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ 1 സ്ക്വയർ. അപ്പോൾ 4 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇങ്ങനെയാണ് ഇത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ ഡി. ദിസ് സെക്ഷൻ ഹാസ് 4 questions ഓഫ് സ്കോർ ഫോർ ഈച്ച്. ഇതിൽ 4 questions ഉണ്ട്. ഓരോന്നിനും 4 സ്കോർ വീതമാണുള്ളത്. നമുക്ക് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു റെഗുലർ പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾ 1 ഔട്ടർ ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പുറത്തെ കോണിൻ്റെ അളവ്, ഇപ്പുറത്തെ കോണ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് സമ്മ എന്ന് പറയുന്നത് 360 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 360 ബൈ n എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 360 ബൈ n. കുറച്ച് മുമ്പ് നമ്മൾ നമ്പർ ഓഫ് സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ 360 ബൈ 1 ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 360 ബൈ n ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 360 ബൈ 5. n എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റെഗുലർ പെൻറ്റഗൺ ആണ് തന്നിരിക്കുന്നത്. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 പോളിഗൺ അല്ല, റെഗുലർ പെൻറ്റഗൺ എന്താണ്? 5 സൈഡ് ഉണ്ടാവും. അപ്പോൾ 360 ബൈ 5 എന്ന് കിട്ടും. അതായത് നമുക്ക് എത്ര കിട്ടുന്നത്? 72 ഡിഗ്രിയാണ്. 72 ഡിഗ്രിയാണ്. മറ്റേത് നമ്മൾ സമ്മ് തന്നിട്ട് എന്താണ് ഇന്നർ ആംഗിൾ ഒരു ഔട്ടർ ആംഗിൾ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് സൈഡ് കണ്ടുപിടിച്ചത്. ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ കാണാൻ 360 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡാണ് നമ്പർ ഓഫ് സൈഡ്. അപ്പോൾ പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ 5 സൈഡാണ്. 360 ബൈ 5 72 ഡിഗ്രി. ഇതുപോലെ ഏതിൻ്റെ തന്നാലും നിങ്ങൾക്ക് നമ്പർ ഓഫ് സൈഡ് വെച്ചിട്ട് ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ, ഡ്രോ എ റെഗുലർ പെൻറ്റഗൺ ഓഫ് സൈഡ് 4 cm.
സൈഡ് 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെഗുലർ പെൻറ്റഗൺ വരയ്ക്കാനാണ് പറയുന്നത്. പെൻറ്റഗണിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോ ആംഗിൾസും എത്രയായിരിക്കും? 108 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. 108 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. എല്ലാ സൈഡും എത്ര വേണം? 4 സെൻറ്റിമീറ്റർ വീതം വേണം. അപ്പോൾ ഈ റെഗുലർ പെൻറ്റഗൺ വരയ്ക്കുക. 108 ഡിഗ്രി വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യുക. ഇതാണ് റെഗുലർ പെൻറ്റഗൺ. Okay, next 14th question. Some numbers are given to calculate the square of a 2-digit number in a particular method. ഒരു പെർട്ടിക്കുലർ മെത്തേഡിൽ ഒരു 2-digit നമ്പേഴ്സിൻ്റെ ഇത് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പേഴ്സ് ഡിനോട്ടിങ് എ ബി സി ഡി. ഇവിടെ എയും ബിയും സിയും ഡിയും ഏതാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് കണ്ടുപിടിക്കാനുള്ള എ ബി സി ഡി 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇതിൽ എ തന്നിട്ടുണ്ട്, എ തന്നിട്ടില്ല. നമുക്ക് ഇവിടെ 40 തന്നിട്ടുണ്ട്. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? സെയിം നമ്പർ തന്നെയായിരിക്കും, 40 തന്നെയായിരിക്കും. ബി നമുക്ക് 2 സ്ഥലത്തും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇവിടെ നോക്കുക. അതായത് ഇവിടെയുള്ള നമ്പറും തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 36 കിട്ടുന്നത്. അപ്പോൾ അത് ഏതിൻ്റെ സ്ക്വയറാണ്? 6ൻ്റെ സ്ക്വയറാണ്. 6 36 എന്നല്ലേ? അപ്പോൾ അതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ 40 നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും എന്ത് തന്നെയാണ് വരുന്നത്? 40 തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 36 എന്നുള്ളൊരു നമ്പർ മാത്രമേ തന്നിട്ടുള്ളൂ. 36 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയറാണ്? 6ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ 6 വന്നാൽ ഇവിടെയും എന്ത് തന്നെയാണ്? 6. അപ്പോൾ അത് ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് നോക്കുക, എന്നിട്ട് അത് എഴുതുക. ഓക്കെ, 36. ഇനി നമുക്ക് അപ്പോൾ 40 × 40 ആണ് 1600 വന്നിരിക്കുന്നത്. അടുത്തത് 40 × 6 240. അങ്ങനെ നിങ്ങൾക്ക് 20 × 6 40 × 6 240. അങ്ങനെ 6 × 6 36. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ ബി സി ഡി കണ്ടുപിടിക്കുക. അതാണിപ്പോൾ കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഈസ് കാൽക്കുലേറ്റഡ്. ഇവിടെ ഏത് നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? 40 + 6 എന്ന് പറഞ്ഞാൽ ആരാണ്? 46. അപ്പോൾ ഏത് നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? 46. ഇനി വാട്ട് ഈസ് സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ? അങ്ങനെയാണ് ഇതിൻ്റെ നമ്പറിൻ്റെ സ്ക്വയർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങളെല്ലാം കൂടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 1600 + 240 + 240 + 36. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 46 x + y the whole square എന്നുള്ള ഫോർമാറ്റ് ഉപയോഗിക്കാം. 46 സ്ക്വയറിൻ്റെ 40 + 6 സ്ക്വയർ x² + 2x + y ആ ഫോം ഉപയോഗിക്കാം. x² + 2xy + y². ഈ ഫോർമാറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചാലും 2116 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇതെല്ലാം കൂടി 1600 240 240 36 ഇതെല്ലാം കൂടി കൂട്ടിയാലും നിങ്ങൾക്ക് 2116 ഉത്തരം കിട്ടുക. ഇനി നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 നമ്പേഴ്സ് എൻഡ് ഇൻ 6. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 6ൽ എൻഡ് ചെയ്യുന്ന 2 നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാനാണ്. 6ൽ എൻഡ് ചെയ്യുന്നത് ഒന്ന് 16, പിന്നെ 26, പിന്നെ 36 ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ 6ൽ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 16 സ്ക്വയർ. 2 എണ്ണം കാണാനാണ് പറയുന്നത്. 16 സ്ക്വയർ 26 സ്ക്വയർ. അപ്പോൾ 16 × 16 എന്ന് പറഞ്ഞാൽ 256 ആണ്. 26 × 26 എന്ന് പറഞ്ഞാൽ 676 ആണ്. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 6 ഓൾസോ എൻഡ് ഇൻ 6. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര. ഇത് ഓൾജിബ്ര വെച്ചിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. 2 ഡിജിറ്റ് നമ്പർ എൻഡ് ഇൻ ടു 6 ആസ് 10 9 + 2 അല്ലേ? നമുക്കിതിനെ 2 ഡിജിറ്റിലേക്ക് ആക്കുമ്പോൾ 10 9 + 2. അപ്പോൾ 10 × 1 + 6 എന്ന് പറയണതല്ലേ എന്തെന്ന് പറയണത്? 16. 10 + 6 16 എന്ന് വരും അല്ലേ? അതുപോലെ ഇപ്പോൾ 26-നാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? 10 × 2 എന്നിൻ്റെ സ്ഥാനത്ത് മാത്രമേ ചെയ്യുള്ളൂ. 6 സ്ക്വയർ ചേഞ്ച് ചെയ്യും. അപ്പോൾ 10 × 2 20 20 + 6 26 സ്ക്വയർ എന്നാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ x + y the whole square എന്ന ഫോമിലേക്ക് മാറ്റി നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 10 9 + 6x². അപ്പോൾ 10 9 സ്ക്വയർ 2 × xy എന്നുള്ളത് അല്ലേ? 2 × xy എന്ന് പറഞ്ഞാൽ 2 × 10 9 × 6 + 6². അപ്പോൾ 10 9 സ്ക്വയർ 10ൻ്റെ 100 n² + 2 × 10 9 എന്ന് പറയുന്നത് പ്ലസ് ഇൻറ്റു
6 എന്ന് പറയുന്നത് 10 × 2 20 × 6 120 n എന്ന് വരും. പ്ലസ് 6ൻ്റെ സ്ക്വയർ 30 സ്ക്വയർ, പിന്നെ 100n² പ്ലസ് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇതുപോലെ ഫോർമാറ്റിലേക്ക് 120 എന്ന് കിട്ടിയത് കൊണ്ട് ഇതിനെയും ചുരുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ മാത്രം എഴുതിയാലും മതി. ഇനി 100n² പ്ലസ് 120 n നമ്മൾക്ക് എങ്ങനെ എഴുതാം? 20n എന്താണ് ഇൻറ്റു 10. അതിനെ അങ്ങനെ എഴുതിയാൽ 120 n എന്ന് കിട്ടും. പ്ലസ് 36നെ നമുക്ക് അങ്ങനെ ചെയ്യാം. 30 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 36 അല്ലേ? ഇതിനെ ചെയ്യുമ്പോൾ ഇതിനെ ചെയ്തു. അപ്പോൾ 100n² പ്ലസ് 12n ഇൻറ്റു എന്താണ് 12n ഇൻറ്റു 10 പ്ലസ് 30 പ്ലസ് 6 അപ്പോൾ 100n². പിന്നെ രണ്ടിലും കോമൺ ഫാക്ടർ 10 ആണ്. അപ്പോൾ 10 ഇവിടെ എടുത്തിട്ടു. 12 പ്ലസ് 3 അല്ലേ? 10 ഇൻറ്റു 12 120 കിട്ടുന്നുണ്ട് അല്ലേ? അതുപോലെ 3 ഇൻറ്റു 10 എന്ന് പറഞ്ഞത് 13 കിട്ടുന്നുണ്ട്. പ്ലസ് 6 അപ്പോൾ ആസ് എ ഡിജിറ്റ് 6 ഓൾവേസ്. അപ്പോൾ ഇവിടെ ഡിജിറ്റ് എപ്പോഴും 6 ആയിരിക്കും എന്തെന്ന് പറയുന്നത്. ആസ് ദ ഡിജിറ്റ് ഓൾവേസ് 6 ഓൾവേസ്. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പർ into 6 ആസ് ഡിജിറ്റ് 6 ഓൾവേസ് അല്ലേ? 16th ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ O is the center of the circle. O എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. എ ബി ഇസ് ഡയമീറ്റർ. എ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമീറ്റർ ആണ്. ആംഗിൾ BOC 70 ഡിഗ്രിയാണ്. ആംഗിൾ BOC 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOC എത്രയാണെന്നാണ് ചോദിച്ചേക്കണത്. ആംഗിൾ AOC എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 180 മൈനസ് അല്ലേ? സം എന്ന് പറഞ്ഞാൽ 180 ആണ്. 180 മൈനസ് 70 കണ്ടുപിടിച്ചാൽ മതി. 180 മൈനസ് 70 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 110 ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് കിട്ടുന്നത് എത്രയായിരിക്കും? 110 ആയിരിക്കും. 180 മൈനസ് 70 = എത്രയാണ്? 110 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ 3 ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ട്രയാങ്കിൾ ABCയുടെ ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ആംഗിൾ ABC എടുക്കാം. ആംഗിൾ ABC എടുക്കാം. ആംഗിൾ ABC എടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ ഹാഫ് AOC ആണ് അല്ലേ? ഹാഫ് AOCയുടെ അല്ലേ? ഹാഫ് AOC ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിരുന്നത്? 110 ആണ് കിട്ടിയിരുന്നത് അല്ലേ? അപ്പോൾ 110/2 ചെയ്താൽ എത്ര കിട്ടും? 55. അപ്പോൾ ആംഗിൾ B എന്ന് പറയുന്നത് എത്രയാണ്? 55 ഡിഗ്രിയാണ്. ഹാഫ് AOC ചെയ്താൽ മതി. അപ്പോൾ 110/2 ചെയ്താൽ മതി. അപ്പോൾ 55 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ B എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BAC എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ആംഗിൾ BOC ആണ് അല്ലേ? ഹാഫ് ആംഗിൾ BOC ആണ്. അങ്ങനെയാണെങ്കിൽ 70/2 ചെയ്താൽ മതി. BOC എന്ന് പറയുന്നത് 70 ആണ് അല്ലേ? അപ്പോൾ 70/2 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 35 എന്ന് കിട്ടും. 35 ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ A എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. അപ്പോൾ ആംഗിൾ A 35, ആംഗിൾ B 55 ഡിഗ്രി. ആംഗിൾ A 35 ഡിഗ്രി, ആംഗിൾ B 55 ഡിഗ്രി. ഇവിടെ 110 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി ആംഗിൾ Cയും കൂടെയാണ് കണ്ടുപിടിക്കാനുള്ളൂ. അതിനെന്ത് ചെയ്താൽ മതി? 35 + 55. 35 + 55 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ C എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ C 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ A 35 ഡിഗ്രി, ആംഗിൾ B 55 ഡിഗ്രി, ആംഗിൾ C 90 ഡിഗ്രി. അപ്പോൾ AOCയിലെ ABCയിലെ കണ്ടുപിടിക്കാൻ ആംഗിൾ ABC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? AOCയുടെ ഹാഫ് എടുത്താൽ മതി. AOCയുടെ ഹാഫ്. ഹാഫ് AOC എന്ന് പറഞ്ഞാൽ 110 ആണ്. 110/2 55 കിട്ടും. ഇനി BAC കണ്ടുപിടിക്കാൻ, ആംഗിൾ A കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹാഫ് ആംഗിൾ BOC ചെയ്താൽ മതി. ഹാഫ് ആംഗിൾ BOC ചെയ്താൽ മതി. അപ്പോൾ 70/2 35 എന്ന് കിട്ടും. അപ്പോൾ A എന്ന് പറയുന്നത് 35 ഡിഗ്രി, B എന്ന് പറയുന്നത് 55 ഡിഗ്രി. ഇനി ആംഗിൾ C എന്ന് പറയുന്നത് 35 + 55 ഡിഗ്രി. എത്രയാണ്? 90 ഡിഗ്രി.
ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി സി ഡി. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് ലൈൻ എ ബി ആൻഡ് സി ഡി. എ ബിയുടെയും സി ഡിയുടെയും മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് തന്നിരിക്കുന്നത്. ഇതിൽ റൈറ്റ് വൺ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഇൻ ദ ട്രയാങ്കിൾ എ എം സി ആൻഡ് ബി എം ഡി. എ എം സി ആൻഡ് ബി എം ഡി ഇതിൽ വൺ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് വൺ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ്? ബി എം സി, ആംഗിൾ ബി എം സി ഈസ് ഈക്വൽ ടു പിന്നെ ഏതാണ്? ബി എം ഡി. ബി എം ഡി, ആംഗിൾ ബി എം ഡി. എ എം സിയിലെയും ബി എം ഡിയിലെയും ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ബി എം സിയും ബി എം ഡിയും ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആർ ദ ലെങ്ത് ഓഫ് ദ ലൈൻ എ സി ബി ഡി ഈക്വൽ? റൈറ്റ് ദ റീസൺ. എ സിയുടെയും ബി ഡിയുടെയും ലെങ്ത്ത് ഈക്വൽ ആണോ, അങ്ങനെ റീസൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് ട്രയാങ്കിൾ എങ്ങനെ നമുക്ക് എഴുതാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ്. ഇൻ ദിസ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൽ എങ്ങനെയാണ്? ഇൻ ദിസ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൽ നമുക്കറിയാം എ എം എന്തിന് ഈക്വൽ ആയിരിക്കും? ബി എം അല്ലേ? എ എം ഈക്വൽ ടു എന്താണ്? ബി എം. കാരണം എന്താണ്? എ എം ഇസ് ഈക്വൽ ടു ബി എം എന്ന് എഴുതാൻ കാരണം എം ഇസ് ദ മിഡ് പോയിന്റ് അല്ലേ? എം ഇസ് ദ മിഡ് പോയിന്റ്. ഇതുപോലെ തന്നെ അപ്പുറത്ത് എഴുതാം, എം ഇസ് ദ മിഡ് പോയിന്റ്. എം ഇസ് ദ മിഡ് പോയിന്റ്. ഇനി വേറെ ഏതാണ്? ഡി എം ഇക്വൽ ടു എന്താണ്? എം സി എന്ന് എഴുതുക. സി എം ഇസ് ഇക്വൽ ടു എം ഡി അല്ലെങ്കിൽ ഡി എം. സി എം ഇസ് ഇക്വൽ ടു എന്താണ്? ഡി എം. അതിലും എന്ത് തന്നെയാണ്? എം ഇസ് ദ മിഡ് പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ അറിയാം. എം ഇസ് ദ മിഡ് പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ അറിയാം. പിന്നെന്താണ്? ആംഗിൾ എ എം സി അല്ലേ? ആംഗിൾ എ എം സി. ആംഗിൾ എ എം സി എന്തിന് ഈക്വലാണ്? ആംഗിൾ എ എം സി ആംഗിൾ ബി എം ഡിക്ക് ഈക്വലാണ്. എന്താണ് ഇത് തമ്മിലുള്ള പ്രത്യേകത? ഇത് ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതും? ആംഗിൾ എ എം സി ഇസ് ഈക്വൽ ടു ആംഗിൾ എന്താണ്? ബി എം ഡി. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ടു സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് angles of two triangle are equal, then the third side also equal അല്ലേ? അപ്പോൾ ഏതാണ്? ഡി ബി ഇസ് ഇക്വൽ ടു എ സി അല്ലേ? അത് ഈക്വൽ ആണെങ്കിൽ എന്തായാലും ഡി ബി ഇസ് ഇക്വൽ ടു എ സി. ഡി ബി ഇസ് ഇക്വൽ ടു എ സി. അപ്പോൾ എ എം ഇസ് ഇക്വൽ ടു ബി എം, സി എം ഇസ് ഇക്വൽ ടു ഡി എം. അങ്ങനെയാണെങ്കിൽ ഡി ബി ഇസ് ഇക്വൽ ടു എ സി. ഡി ബി ഇസ് ഇക്വൽ ടു എ സി. നമുക്കൊരു ബി ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യനിലും കൂടെ ചെയ്യാനുണ്ട്, നോക്കാം. റൈറ്റ് ദ റിമൈൻഡർ ഗോട്ട് വെൻ ദ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 1, 4, 9, 16, 25 ഓൺ ഡിവിഷൻ ബൈ 3. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയ 4, 9, 16, 25 1 ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് എന്തൊക്കെ കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ 4നെ 3 വെച്ച് ചെയ്താൽ 1 × 3 3. അപ്പോൾ റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. 9നെ 3 × 3 9. അപ്പോൾ 0 ആണ് കിട്ടുന്നത്. 16നെ 5 × 3 15 ആണ്. അപ്പോൾ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 1 ആണ്. അപ്പോൾ നമുക്ക് റിമൈൻഡർ ഇവിടെ എന്താണ് കിട്ടുന്നത്? റിമൈൻഡർ മിച്ചം എന്ന് പറയുന്നത് 0യും 1ഉം ആണ്. 0 ആൻഡ് 1 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ക്വയർ ഓഫ് എനി നോൺ മൾട്ടിപ്പിൾ ഓഫ് 3 ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഗുണിതമല്ലാത്ത സ്ക്വയറുകളെ നമ്മൾ
3 കൊണ്ട് ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നത്? നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്തതിനാണ് കേട്ടോ. അപ്പം നോൺ മൾട്ടിപ്പിൾ ഓഫ്, അത് ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. 3യുടെ മൾട്ടിപ്പിൾ അല്ലല്ലോ 4 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് 1 ആണ് കിട്ടിയത്. അതുപോലെ 16 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ അല്ല. അതേസമയം 9 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിളാണ്, 0 കിട്ടി. അപ്പോൾ മൾട്ടിപ്പിൾ അല്ലാത്ത ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ കൂട്ടിയിട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇത് ഓൾജിബ്രിക് രീതിയിലൊക്കെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നോൺ മൾട്ടിപ്പിൾ ഓഫ് 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ആർ ടേക്കൺ ആസ് ഇപ്പോൾ 3n+1 3n+2 ഇങ്ങനെയൊക്കെ എടുക്കുക. 3n+1 3n+2 അടുത്തത് എത്രയായിരിക്കും? 3n+3 അങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവും. അപ്പം 3n+1 ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ x² + 2xy + y² ബൈ എന്താണ് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 3n² ആണ്. 3n² + 2 × 3n × 1 + 1², അതായത് ബൈ 3. അപ്പോൾ 3n² എന്ന് പറഞ്ഞാൽ 9n² + 2 × 3 6n, 6n × 1 6n + 1² 1/3. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ് വന്നത്? റിമൈൻഡർ 1 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് 3n + 2 ഹോൾ സ്ക്വയറിന് ഇതേ മെത്തേഡ് തന്നെ. x² എന്ന് പറഞ്ഞാൽ 3n² + 2 × 3n × 2 അല്ലേ. 2xy എന്നുള്ളത് ഈ ഫോമിലേക്കാണ് 2². അപ്പോൾ 3n² എന്ന് പറഞ്ഞാൽ 9n² + 2 × 3 6n, 6 × 2 12n, 12n + 2 × square 4 എത്രയാണ്? 3. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര തന്നെയാണ് കിട്ടുന്നത്? റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.